ഒന്ന് ഇലക്ട്ര റഡാർ, 2 BMC ബാറ്റിൽ മാനേജ്മെൻറ്റ് കമ്പോണൻറ്റ് സിസ്റ്റം. ബൈബിളിലേക്ക് വരിക. ഇന്ന് ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? അതിനുശേഷം 3 അതിനകത്ത് വേറെ സംവിധാനമുണ്ട്. 1 ഇലക്ട്ര റഡാർ, 2 BMC, 3 ബാറ്റിൽ, 4 മിസൈൽ ലോഞ്ച് സിസ്റ്റം, അടുത്തത് റേഡിയോ പ്ലാന്റ് യൂണിറ്റ്. 5 കാര്യങ്ങളാണ് ഇന്നത്തെ സ്തോത്രം. ഏതാ? അയൺ ഡോം. ഇതാ ഇന്ന് ഇസ്രായേലിലെ നേഴ്സുമാർക്ക് നേരെ ഗാസയിൽ നിന്ന് പലസ്തീനിൽ നിന്ന് മിസൈൽ വരുമ്പോൾ ആകാശത്തിൽ അടിക്കുന്ന ഒരു പേരാ അയൺ ഡോം. എന്താ അയൺ ഡോമിൻ്റെ പ്രത്യേകത എന്ന് പറയാം? ഇതിനകത്തൊരു പ്രത്യേക സംവിധാനം. ബൈബിളിലേക്ക് ഞാൻ വരുക, ഇതെല്ലാം ബൈബിളിലുണ്ട്. എന്താ അയൺ ഡോമിൻ്റെ പ്രത്യേകത? പലസ്തീനിൽ നിന്നോ സിറിയയിൽ നിന്നോ അല്ലെ ഈജിപ്തിൽ നിന്നൊരു മിസൈൽ വരുമ്പോൾ നമ്മുടെ ക്യാമറ കാണുന്നത് പോലെ ക്യാമറ കാണും. ക്യാമറ ലാൻഡിങ് യൂണിറ്റിനോട് പറയും ബാറ്ററിക്ക് സപ്ലൈ കൂടി ചാർജ് ആവാൻ. ലാൻഡിങ് യൂണിറ്റിനകത്ത് കമ്പോണൻ്റ് BMC, അതിനകത്ത് നിപ്പോണ്ട് മിസൈൽ നേരെ ആകാശത്തിലേക്ക് പറക്കും. രണ്ടും കൂടെ ആകാശത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് കൂട്ടിമുട്ട് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് വരുന്ന മിസൈലിന് അന്തരീക്ഷത്തിൽ വെച്ച് തടഞ്ഞു നിർത്തി വെടിവെക്കുന്ന സംവിധാനം BMC ബാറ്റിൽ മാനേജ്മെന്റ് കമ്പോണന്റ്. ദ ടോട്ടൽ നൈം, അതിന്റെ പേര് അയൺ ഡോം. ഇസ്രായേൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് തരണമെന്ന്, ഇസ്രായേൽ പറയുന്നത് തരത്തില്ലെന്ന്, സൗദിക്കാരൻ പറയുന്നത് ഞങ്ങൾക്ക് തരണമെന്ന്, ഇത് ആർക്കും കൊടുക്കത്തില്ല. ജോയിന്റ് വെഞ്ചർ ഇൻ അമേരിക്ക ആൻഡ് ഇസ്രായേൽ. ഇന്ന് ലോകത്തേത് രാജ്യത്ത് നിന്ന് മിസൈൽ വന്നാലും ഇസ്രായേലിന്റെ മണ്ണിൽ പതിക്കാതിരിക്കാൻ. പണ്ട് കൗരവ പാണ്ഡവ യുദ്ധം ആകാശത്തിനകത്ത് ബ്രഹ്മാസ്ത്രവും ആഗ്നേയാസ്ത്രവും തകർത്തതുപോലെ ഇന്ന് ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്നത് ഏറ്റവും നിർണായകമായൊരു സംവിധാനം. അതിന്റെ പേര് അയൺ ഡോം. ബൈബിളിനകത്തുണ്ടോ ഇങ്ങനൊരു സംഭവം? ഇസ്രായേലിൻ്റെ ഉണ്ട്. ഇതാ നമ്മുടെ ബൈബിൾ. ഇന്ന് ഇസ്രായേലിനെ കാക്കുന്ന അയൺ ഡോം. വായിക്കാം യെശയ്യാ പ്രവചനം 31:5. അയൺ ഡോം ബൈബിളിനകത്ത് സകല ടെക്നോളജിയും ബൈബിൾ. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ. വായിക്കാം കുഞ്ഞ്. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സന്തോഷമായിട്ട് നിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു. നിൽക്കുന്നത് എന്താണെന്നറിയാമോ? അയൺ ഡോം ഉണ്ട്. ഏത് രാജ്യത്ത് നിന്ന് മിസൈൽ വന്നാലും അന്തരീക്ഷത്തിൽ തകർത്ത് കളയോ. പണ്ട് ഇറാഖ് കുവൈറ്റ് യുദ്ധത്തിൽ സദാമിന്റെ മിസൈലിനെ അമേരിക്ക പേട്ടിയിട്ട് കൊണ്ട് തകർത്ത് പോലെ അയൺ ഡോം. എന്നാൽ ഇന്ന് രാത്രി റഷ്യ, ചൈന, സൗദി അറേബ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ 21 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് ചുറ്റും, ബാക്കി ലോക ശക്തികൾ അവന്റെ നേരെ വന്നാൽ അമേരിക്കയിൽ നിന്നൊരു വിമാനം 9 മണിക്കൂർ കൂടുതലെടുക്കും ഇസ്രായേലിലെത്താൻ. ബോംബെ 6 മണിക്കൂർ എടുക്കും ഇസ്രായേലിലെത്താൻ. ചുറ്റും കിടക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിന് നേരെ വരുന്ന കാലം വിദൂരമല്ല. ആ വിമാനങ്ങൾ ആകാശത്തിനകത്ത് പറന്ന് കയറും. യവന്റെ അയൺ ഡോം എല്ലാ വഴിക്കും അടിക്കാൻ പറ്റത്തില്ല. അന്ന് ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഒരു നിലവിളി ഉയരുന്ന രാത്രി വരാറായി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കള്, 2022 ഫെബ്രുവരി മാസം 23-ാം തീയതി റഷ്യയുടെ വിമാനങ്ങൾ ഉക്രൈൻ്റെ പട്ടണങ്ങള് കീവ്, ഓർക്കീവ്, മരിയാപോൾ, ഒഡേസ, സബ്രോഷ്യ, ലൊഡാസ്ക് ഇവിടെയെല്ലാം കയറി. അതുപോലെ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ കേൾക്കുമ്പോൾ അറബ് രാജ്യങ്ങളും റഷ്യയും ചൈനയും എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും തുർക്കിയും ചേർന്ന് ആയിരക്കണക്കിന് വിമാനങ്ങൾ ആരുടെ മണ്ണിലേക്ക് വരും? കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിന്റെ വലിപ്പമുള്ള 1 ലക്ഷം പേരുള്ള കേരളത്തിന്റെ പകുതിയുള്ള ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ശബ്ദത്തോടെ വിമാനം കയറുന്ന നാൾ വിദൂരമല്ല. എന്നാൽ ഇന്ന് രാത്രി ആ വിമാനങ്ങളുടെ മുരൾച്ച അവിടെ കേക്ക്, യഹൂദന്റെ നിലവിളി അവിടെ ഉയരും. 2 കാര്യം ഇസ്രായേലിൽ സംഭവിക്കും. 1 ഈ വിമാനങ്ങളുടെ മുരൾച്ച, 2 യഹൂദന്റെ നിലവിളി. അത് രണ്ടും അവിടെ സംഭവിക്കുന്നതിന് മുമ്പ് പഞ്ചാങ്കുഴി ദൈവസഭ ഇവിടെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്ക്. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പഞ്ചാങ്കുഴിയേ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരുപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ യേശു വരാറായി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തു. അന്തിമ യുദ്ധം യെരൂശലേമിലേക്ക്. വായിക്കാം അവസാന ഭാഗം മത്തായി സുവിശേഷം 23:37. ബാക്കി നാളെ രാത്രി വായിക്കാം. മത്തായി 23:37 വായിച്ചാട്ടെ. യെരൂശലേമേ, യെരൂശലേമേ. ഈ വാക്യമെങ്കിൽ കേട്ടിട്ട് നിങ്ങൾ കൈ ഉയർത്തണം. ഇതുവരെയും കൈ ഉയർത്തണം. യെരൂശലേമേ, യെരൂശലേമേ, കോഴി പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ
ചിറകിൻ കീഴിൽ ചേർക്കും പോലെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തിയാട്ട് അന്തിമ ദിനം യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു. ഇന്ന് രാത്രി സംഭവങ്ങൾ മുഴുവൻ യേശുവിൻ്റെ വരവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മൃത്യു കടന്നു വരും. കോട്ടയ്ക്കകത്ത് മരണം നിന്നെ പിടിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ ചങ്ക് കീറി പ്രസംഗിക്കുന്നത് ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് രാത്രി ഈ സന്ദേശം ആദ്യമായി ഓൺലൈനിൽ അല്ലെങ്കിൽ പഞ്ചാങ്കുടിയിൽ പനച്ചുമൂടിൽ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി കർമ്മകാണ്ഡാദികൾ നിന്നെ രക്ഷിക്കത്തില്ല. മന്ത്രസൂക്തങ്ങൾ നിന്റെ മരണത്തിനപ്പുറമില്ല. എന്നാൽ മരണത്തിനപ്പുറം നിന്നെ രക്ഷിപ്പാൻ നല്ല നാഥനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഇന്ന് രാത്രി സത്യസുവിശേഷത്തിൻ്റെ ഏടുകൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക്, കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ, തൊഴിലാളിയാകട്ടെ മുതലാളിയാകട്ടെ, ദാരിദ്രനാകട്ടെ ധനവാനാകട്ടെ, ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് ആര് ഈ പട്ടണത്തിൽ പറയും, യേശു എൻ്റെ ഏക രക്ഷകൻ, യേശു എൻ്റെ ഏക കർത്താവ്, യേശു എൻ്റെ ഏക ദൈവം. താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ. കാന്തൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? വചനം കേട്ട് നശിച്ചു പോകരുതേ മക്കളെ. ശൗലിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ശൗൽ നല്ലൊരു രാജാവായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടുപോയി. അവനൊരു പൈതലുണ്ടായിരുന്നു, യോനാഥാൻ. അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ഒന്നും അറിയാതെ പിഞ്ചുകുഞ്ഞ് എവിടെ ചെന്നു? ഗിൽബോറ പർവ്വതനിര. സൺഡേ സ്കൂൾ വായിച്ചു കാണും. അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുന്തം കൊണ്ട് അവൻ മരിച്ചു വീണു. ശൗൽ നാട്ടുകാരുടെ കുന്തമല്ല, ദാവീദിനെറിഞ്ഞെതിരെ കുന്തം എടുത്ത് അവനും അങ്ങ് തീർന്നു. സ്വോത്രം. പഴയ നിയമത്തിൽ ഒരപ്പൻ്റെയും മകൻ്റെയും പതനം തീർന്നില്ല. ചർച്ചിനെതിരെ പദ്ധതി വെച്ച 3 പിതാക്കന്മാരുണ്ടായിരുന്നു, ദാഥാൻ, അബീരാം, കോരഹ്. സ്വോത്രം. കോരഹിന്റെ മക്കൾ പറഞ്ഞു, പപ്പാ ദൈവസഭയ്ക്കെതിരെ നിൽക്കരുത്, സഭ സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാ, ന്യായവിധി ഉറപ്പാ. അപ്പം പറഞ്ഞു, മിണ്ടിപ്പോകരുത്. ദൈവസഭയ്ക്കെതിരെ പോരാടിയ ദാഥാനെയും അബീരാമിനെയും കോരഹിനെയും കണ്ടോ? ഭൂമി പിളർന്ന് അവരെ നെടുകേ അതിനകത്തിട്ട് വിഴുങ്ങിക്കളഞ്ഞു. മക്കളെ, കോരഹിന്റെ മക്കളെ ഞാൻ വിളിക്കുന്ന ഒരു പേരുണ്ട്, കോണം പിടിക്കാത്ത അപ്പൻ്റെ കോണം പിടിച്ച മക്കൾ. സ്വോത്രം. അവരപ്പൻ്റെ പാതയിൽ നിന്നില്ല. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടില്ല. പഞ്ചാങ്കുഴി ദൈവസഭയെ ഞങ്ങളെ കയറ്റിയില്ലേലും വാതക്ക നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ കരമുയർത്തിയാട്ടെ. ആലയത്തിൻ്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണേ. ശൗലിൻ്റെ മകൻ പാരമ്പര്യത്തിൻ്റെ പടുകുടിയിൽ നിന്നപ്പോൾ ഗിൽബോറ പർവ്വതനിരയിൽ പട്ടുപോയി. എന്നാൽ പാരമ്പര്യത്തിൻ്റെ സീമ വിട്ട് നാഥൻ്റെ മുഖം നോക്കി യാത്ര ചെയ്ത് ആലയത്തിനകത്ത് കരമുയർത്താൻ ശ്രമിച്ച കുഞ്ഞുങ്ങൾ സങ്കീർത്തനത്തിൻ്റെ ഏടുകൾ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി പഞ്ചാങ്കുഴിയെ വഴിയിൽ വെച്ച് പട്ടുപോകാതിരുപ്പാൻ പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പേൻ. എത്ര പേരിലേക്ക് വചനമെത്തി? താങ്കൾ ഒരു പാപിയാണോ? മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ മടങ്ങി വാ സഹോദര. താങ്കൾ ഒരു ഹല്ലേലൂയ കുറ്റത്തിൽ വീണത് മകളെ, ഇന്ന് രാത്രി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നു. പാരമ്പര്യത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് പച്ചവെള്ളത്തെ പാപം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകമാകുന്ന ഗംഭീരവാരിതിയിൽ നീർക്കുമുള്ള പോലെ ഈ മിന്നുന്ന സുഖങ്ങൾ കണ്ടിട്ട് വരാനിരിക്കുന്ന മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ താങ്കളെ പുൽകുന്നതിന് മുമ്പ് കോരകപുത്രന്മാർ പറഞ്ഞതുപോലെ പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ഒരു ഹല്ലേലൂയ പറയുവാൻ എന്നെ ഒന്ന് ബലപ്പെടുത്തണമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ കരമുയർത്തുവാൻ സന്തോഷമുള്ളവരുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുന്ന രാത്രിയാ. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത്,
ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ലോകം പറയും ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. പണ്ടൊരു കപ്പലുണ്ടായിരുന്നു, അതിൻ്റെ പേരാ ടൈറ്റാനിക്. എത്ര പേർക്കറിയാം? ബാക്കി നാളെ 1912 ഏപ്രിൽ മാസം 14 ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ യാത്രയാകുന്ന. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. 3500 പേർ, 5 തട്ടുള്ള കപ്പൽ. ലണ്ടനിലെ തുറമുഖ സതാൻഡ്രാൻ. 2224 കിലോമീറ്റർ ന്യൂയോർക്ക്. ക്യാപ്റ്റൻ സ്മിത്ത് പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഈ കപ്പൽ തകരത്തില്ല. കപ്പൽ ഉണ്ടാക്കിയത് വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. 50,000 ഹോഴ്സ് പവർ. കന്നി യാത്ര, ആട്ടും പാട്ടും കൂത്തു. എതിരെ വന്ന കപ്പലുകൾ മുന്നറിയിപ്പ് കൊടുത്തു, ക്യാപ്റ്റൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞുമല. ക്യാപ്റ്റൻ പറഞ്ഞു, മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. കപ്പലിനകത്ത് അനവധി പേരും പറഞ്ഞു, സാർ കപ്പലിടിക്കും. ആ കഥ വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞൊരു കാര്യമുണ്ട്. താഴെ ഒരു മുറിക്കകത്ത് ഒരു ഇംഗ്ലീഷുകാരൻ കിടക്കുക. $3,00,000 വെച്ചിരിക്കുക. ടോം പാസ്റ്റർ, സ്വോത്രം. അതേ കപ്പലിൽ കാഴ്ച കാണാൻ മേളിൽ കയറിയിരിക്കുക. പൈസ താഴെ മുറി പൂട്ടി വെച്ചിരിക്കുക. ആ സമയത്തായി മഞ്ഞുമല ഇടിച്ചത്. പുള്ളി ഒരു കാര്യം ചെയ്ത്, പുള്ളി പണം എടുക്കാൻ പോയില്ല. സ്വോത്രം. അവിടെ നിന്ന് ഒരു ലൈഫ് ജാക്കറ്റും 3 ഓറഞ്ചുമായിട്ട് ചാടി. സ്വോത്രം. പുള്ളിയുടെ ആ കഥയിൽ എഴുതിയേക്കുക, $3,00,000 വേണ്ടി ഞാൻ താഴെ പോയിരുന്ന് ഞാൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തീർന്നേന്. പക്ഷേ അത് നോക്കാതെ എനിക്കൊരു ലൈഫ് ജാക്കറ്റും 3 ഓറഞ്ചുമായി എന്നെ രക്ഷപ്പെടുത്തിയത്. ഇന്ന് രാത്രി ധനവാന്, നിന്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണം കൊണ്ട് കൊണ്ടുപോകത്തില്ല. എന്നാൽ പഞ്ചാങ്കുടിയിലെ 2021 കൺവെൻഷനിൽ ഒരു ലൈഫ് ജാക്കറ്റ് ഞങ്ങൾ പരിചയപ്പെടുത്തും. അതിൻ്റെ പേരാ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. സ്വോത്രം. ആ ധനവാൻ രക്ഷപ്പെട്ടു. ടൈറ്റാനിക് എവിടെ തീർന്നു? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. കന്നി യാത്ര 2000 തീർന്നു ആ സെക്കൻഡിനകത്ത്. ടൈറ്റാനിക്കിൻ്റെ ബാക്കി പറയാം. 187 അടി നീളം, 97 വീതി, 52 ഉയരം. ലോകത്തിൽ മനുഷ്യൻ പണിയുന്നതെല്ലാം ഇവിടെ തീരും. എന്നാൽ പണ്ടൊരപ്പച്ചൻ ഒരു പെട്ടകം പണിയാൻ സ്വർഗം കൽപ്പന കൊടുത്തു. നോക പെട്ടകത്തിന് കൽപ്പന 7 അടിസ്ഥാനം. 1 ഗോഫേർ മരം, 2 300 നീളം, 3 50 വീതി, 4 30 ഉയരം, 5 3 തട്ട്, 6 കിളിവാതിൽ, 5 സൈഡ് വാതിൽ. 7 അടിസ്ഥാന ഉപദേശത്തിൽ ഒരു പെട്ടകം പണിഞ്ഞു. സ്വർഗം കുറ്റിയിട്ടു. യാത്രയായി. 40 രാവും 40 പകലും മഴ പെയ്തു. അന്നടിച്ചതാ യെല്ലോയും മാംഗോയും പൈനാപ്പിളും ഓറഞ്ച് അലർട്ടുമല്ല. ആ അലർട്ട എന്ന് വരുന്നത് യേശു പറഞ്ഞു, നോകയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, മനുഷ്യപുത്രന്റെ വരവിൽ ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഈ രാത്രി മക്കളെ. നോകയുടെ ഭാര്യ മക്കളും ഒക്കെ പറഞ്ഞ്, കർത്താവ് പറഞ്ഞത് കള്ളമിക്കാറ് പൂവാറി നമ്മൾ മുങ്ങുമെന്ന്. സ്വോത്രം. നോക പറഞ്ഞു, മിണ്ടരുത്, മിണ്ടരുത്, മിണ്ടരുത്. ഇത് അടിസ്ഥാനപ്പെട്ട് സ്വർഗത്തിലെ ദൈവം. 40 രാവും 40 പകലും മഴ പെയ്തു. ആടി ഉലഞ്ഞ പെട്ടക. അല്പ പ്രശ്നങ്ങൾ അതിനകത്ത് നടന്നെങ്കിലും അത് അറാറാത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം ഉറപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി 7 അടിസ്ഥാന ഉപദേശമുള്ള ദൈവസഭയെ ചേർക്കുവാൻ യേശു വരാറായി. ആരാ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് ഹല്ലേലൂയ മുങ്ങി സ്നാനമേറ്റ് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് തിരുമേശയിൽ പങ്കാളിയായി പ്രാർത്ഥനാ ജീവിതം കഴിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറ്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? വചനമകത്തളങ്ങൾ ചലിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ ലോക ജീവിതത്തിൽ വൻ ശോധനകൾ വരും. കപ്പലിനകത്ത് പ്രശ്നം കാണും, സഭയ്ക്കകത്ത് പ്രശ്നം കാണും, ദൈവമക്കളിൽ പ്രശ്നം കാണും. നീ അതൊന്നും നോക്കരുത്. അല്പ പ്രതികൂലമുണ്ടായാൽ, പെട്ടകം വെള്ളത്തിനകത്ത് ആടി ഉലഞ്ഞാലും, പരിഭവങ്ങൾ വന്നാലും, നോകയുടെ പെട്ടകത്തെ അറാറാത്തിലകത്ത് ഉറപ്പിച്ച സ്വർഗത്തിലെ ദൈവം തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. പാടുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്നാട്ടെ. ഒരൊഴിച്ചു മാറ്റൽ ഇവിടെ നടക്കും. എന്താ ഇവാക്യുവേഷൻ? കേൾക്കണം. ഒന്നാമത്തെ ഒഴിച്ചു മാറ്റൽ 1945. മനസ്സിലായിക്കൊണ്ട് ഇവിടുന്ന് പോകാവൂ. 2ാം ലോക മഹായുദ്ധം. 5.5 കോടി പേർ മരിച്ചു. ജർമ്മനിയുടെ ആക്രമണം പറയുന്ന ബ്രിട്ടൻ അനേകം പേരെ ഒഴിച്ചു മാറ്റി. 1. 2, ഇന്ത്യക്കാർ ശ്രദ്ധിക്കണം. കുവൈറ്റ് യുദ്ധം. അന്നത്തെ കാലത്ത് കുവൈറ്റിലുള്ള മലയാളികളെ ടൊയോട്ട സണ്ണിച്ചായൻ വഴി ഒഴിച്ചു മാറ്റി. ഒരന്ത്യകാലമായിരുന്നു അതെല്ലാം. അത് കഴിഞ്ഞ് 2013 നിര്യാതനായ ഉമ്മൻചാണ്ടി സാർ യമനിൽ സുഡാനിൽ കലാപം, നേഴ്സുമാരെ ഒഴിച്ചു മാറ്റി. 16 നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ യമനി കലാപം, നേഴ്സുമാരെ ഒഴിച്ചു മാറ്റി. 2018 ഇന്ത്യ കണ്ടു ഓക്കി ചുഴലിക്കാറ്റ്. അനേകം പേരെ സ്കൂളുകളിൽ ഒഴിച്ചു മാറ്റി. വെക്കേഷൻ. 20 ഒരു പേര് വന്ന് ഗൾഫിലുള്ള നമ്മുടെ പിള്ളേരെ വിളിക്കാൻ ഒരു വിമാനം പോയി. സർവീസ് വന്ദേ ഭാരത്. കേട്ട വല്ലവരുണ്ടോ? കരമുയർത്തിയാട്ട്. കോവിഡ് കാലത്ത് നമ്മുടെ പിള്ളേരെ എല്ലാം വിളിക്കാൻ ഒരു വിമാനം എടുത്തി. വന്ദേ ഭാരത്. തീർന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ദേ ഭാരത് ട്രെയിൻ നടന്നപ്പോൾ യമനിൽ വീണ്ടും കലാപം. ആ സമയത്ത് ഇന്ത്യയുടെ കേരളക്കാരനായ വി മുരളീധരന് മോഡി സാർ പറഞ്ഞ് തിരുവനന്തപുരത്ത് വരണ്ട, നേരെ ജിദ്ദേ പോ. ഒരു പരിപാടി ആസൂത്രണം ചെയ്യും. ഇന്ത്യക്കാരെ യമനിൽ നിന്ന് കൊണ്ടുവരണം. ഓപ്പറേഷൻ ഗംഗ.
കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതൊരു നിഴലെങ്കിൽ ഇനി ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കാൻ പോകുന്നു. ആ ഒഴിച്ചു മാറ്റലിന്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത ഭക്തന്മാരെ ചേർക്കുവാൻ മേഘാരൂഢനായി കാന്തൻ വരാറായി. മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. സത്യവചനം കേട്ടിട്ട് ഇന്ന് രാത്രി ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയതുപോലെ കഠിനമാക്കാതെ യേശുവിങ്കലേക്ക് വാ. നിങ്ങൾക്ക് വേണ്ടി ആ കാൽവറി മല ഈ രാത്രി ഉയർന്നു നിൽക്കുന്നു. യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു പോയി. കാലമിനി അധികമില്ല. നമ്മുടെ കാന്തൻ വരാറായി. ഇവിടുത്തെ ഉന്നതന്മാർ എനിക്ക് നേരിട്ടറിയാവുന്നത് CPM-ന്റെ സെക്രട്ടറിയും മുഖ്യമന്ത്രിയാവാൻ കൊതിച്ചിരുന്ന സഖാവ് കോടിയേരി 69-ാമത്തെ വയസ്സിൽ കോടിയേരി ബാലകൃഷ്ണൻ സാർ പോയി. എൻ്റെ അടുത്ത ബന്ധുവും ഞാൻ സ്നേഹിക്കുന്നതും ഞങ്ങളുടെ കുടുംബത്തിലെ ഉമ്മൻചാണ്ടി സാർ 80-ാമത്തെ വയസ്സിൽ പോയി. മരണത്തിൻ്റെ തലേന്ന് രാത്രി ഉദയംകുളങ്ങര കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ തന്നെ ഡയറക്റ്റ് പ്രാർത്ഥിച്ചു. സ്തോത്രം. അദ്ദേഹവും 80-ാമത്തെ വയസ്സിൽ ലോകം വിട്ടുപോയി. ഇന്ന് രാത്രി പറ, ഭരണാധികാരിയായാലും മരണമാ, തൊഴിലാളിയായാലും മരണമാ. മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. രണ്ട് കാര്യം ആർക്കും പറയാൻ പറ്റത്തില്ല. ഒന്ന്, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത. രണ്ട്, മനുഷ്യൻ്റെ മരണം. എന്നാൽ ഇന്ന് രാത്രി മരണം ഞങ്ങളെ പിടിക്കുന്നതിന് മുമ്പ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മരണത്തിനപ്പുറം നിന്നെ ചേർക്കുവാൻ കല്ലറയ്ക്കപ്പുറത്ത് അവൻ്റെ ഗംഭീരനാദവുമായി നാഥൻ വരാറായി. എന്നിൽ വിശ്വസിക്കുന്നവൻ, ബാക്കി മിണ്ടുന്നില്ല പെന്തിക്കോസുകാർ, മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി വിളിച്ചു പറ, കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനമൊരുക്കി തൻ്റെ കാന്തയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. എഴുന്നേൽക്കാം എല്ലാ കരങ്ങളും അടിച്ച്. കൃത്യസമയം ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായി ഇന്ന് മണ്ണിൽ സാധുവായ എന്നെ അങ്ങ് കാത്തതിനായി എല്ലാ കരങ്ങളും അടിച്ച് കൊയറിനോട് ചേർന്ന് അല്പസമയം പഞ്ചാങ്കുഴി ഉണരട്ടെ. രീക ചാനക ബൗദ്ധ മനാഥന ബന്ധൽ കമല എല്ലാ കരങ്ങളും അടിച്ച് അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ട്. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ. യെസ്, ശക്തിയോടെ ലോകപാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം എല്ലാ കാര്യങ്ങളും പഠിച്ച് അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. സത്യതാണെന്റെ ഇന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. ശക്തിയോടെ സത്യതാണെന്റെ ഇന്നതല്ല ഞാൻ എത്ര സ്തുതിച്ചിടണം. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. നിന്ന പരിഹാസം ഏറെ സഹിച്ചു ഞാൻ. എത്ര നന്നാക്കിടണം. ശക്തിയോടെ ലോകപാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് വർദ്ധിപ്പിക്കണേ. ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളിൽ. യേശു വരാറായി. ഒരു നാൾ സ്വർഗ്ഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളിൽ. എന്തിനും പ്രിയന്റെ പൊന്മുഖം കാണുവാൻ. എന്തിനും പ്രിയന്റെ പൊന്മുഖം കാണും ഞാൻ. എല്ലാ കാര്യങ്ങളും പഠിച്ച് ലോകപാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകപാപം പിശാചിനെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങ് ചിറകിൻ മറവിലാണ് ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഇന്നലെ മിന്നിയ
ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. കൃപ 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 ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മണ്ണിൽ. സാധുവായ എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നപ്പോൾ, എന്നാലോ സാധു ഞാൻ സന്നിധി നിന്നപ്പോൾ യേശുവേ കൃപയാ. ശക്തിയോട് ലോകം പാവം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാവം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ മറ്റുപയേകിടണേ. എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാൽ ദോഷം ഇല്ലാതെ ജീവിപ്പാൻ കൽവരം നൽകിടണേ. ശക്തിയോട് സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ മറ്റുപയേകിടണേ. ദോഷം ഇല്ലാതെ ജീവിപ്പാൻ കൽവരം നൽകിടണേ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ശക്തിയോടെ പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാൽ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ലോകം പാപം ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് ആരാധിച്ചാൽ ചെട്ടികൾ കൊണ്ടുന്ന രാത്രി, വ്യഞ്ജനങ്ങൾ അഴിയുന്ന രാത്രി, ഓരുകൾ വാങ്ങുന്ന രാത്രി, ഒട്ടോളമല്ല അരയോളമല്ല. അപ്പച്ചന്റെ കാര്യം ആണ്ടവരിൽ വല്ലവൻ, ആണ്ടവരിൽ വല്ലവൻ. എല്ലാവരും ആരാധിച്ചോട്ട് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എല്ലാ കാര്യങ്ങളും പഠിച്ച് അല്പസമയം ആരാധിച്ചോട്ട് ഇത് വിടുതൽ രാത്രി ചിറകിൻ മറവിലാണ് ഞാൻ. ജഗതല വടിതല ശബ്ദന ദിഗജല യന്തുന വൈഡമനന്തര ലീക ചാടക ബൗഡം. എല്ലാ രോഗക്കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അടിയട്ടെ. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ രോഗക്കെട്ടുകളും എന്നെ കാണുകയില്ല. ലോകപാപം പിശാചെന്നെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം ശക്തിയോടെ ഉണർവോടെ അഭിഷേകത്തോടെ യേശുവരാറായി, യേശുവരാറായി, യേശുവരാറായി. അങ്ങേ ചിറകിൻ മറവിലാണ് ഞാൻ. ജഗദ ജഗദ ശൗഡാദി കഞ്ചാനക ബൗദ്ധമനാദന വന്ദനമന. Yes. ജനം ആരാധിച്ചോട്ട് അല്പസമയ അന്യഭാഷയും അന്ധകാരങ്ങൾ തകരട്ടെ, മന്ത്രവാദങ്ങൾ തകരട്ടെ. കൃപ 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 കൃപ. Yes, yes, yes. Yes, yes, yes. അനേക പേരിലേക്ക് ദൈവശക്തി വ്യാപരിക്കും. രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്, ശാപങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. രാത്രി വിടുതലിന്റെ രാത്രി, ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ രാത്രി, പുറപ്പാടിന്റെ രാത്രി, അഭിഷേകത്തിന്റെ രാത്രി.
നന്ദിയപ്പാ, നന്ദിയപ്പാ, നന്ദിയപ്പാ. Yes, Lord. കൃപയേ. Yes, Lord. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ഒരു കുളമുണ്ട്. ആ കുളത്തിന്റെ പ്രത്യേകത ബെഥസ്ദ കുളം. ഒരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. ആദ്യം അതിനകത്ത് ആരിറങ്ങുമോ അവൻ സൗഖ്യമാകും. 38 വർഷമായി ഒരുവനെ ആ കുളക്കടവിൽ കൊണ്ടെത്തിച്ചിരിക്കുക. വീട്ടുകാരും മറന്നു, നാട്ടുകാരും മറന്നു, സകലരും അവനെ മറന്നുപോയി. എന്നാൽ അവന്റെ ഹൃദയത്തിന്റെ വേദന അറിഞ്ഞ് ഞങ്ങളുടെ നാഥൻ ആ കുളക്കടവിലെത്തി. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 38 വർഷമായി അവന്റെ രോഗം. ആ വയസ്സെത്രയെന്നറിയത്തില്ല, പക്ഷെ യേശുവിന് 33.5 തിരുവയസ്സാ. സ്തോത്രം. അവൻ യേശുവിനോട് പറഞ്ഞ കാര്യമുണ്ട്. യേശുവേ, ഈ കുളം കലങ്ങുമ്പോൾ എന്നെ അകത്ത് കൊണ്ടുവന്നിറക്കാൻ ആരുമില്ല. ഞാനിവിടെ കാത്തു കിടക്കുക. എൻ്റെ വീട്ടുകാരും നാട്ടുകാരും മറന്നു. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം, എഴുന്നേറ്റ് കടക്കെടുത്ത് നടക്ക. 2023 ഈ കൺവെൻഷൻ ആഗസ്റ്റ് മാസത്ത് നടക്കുമ്പോൾ എത്ര പഴയ രോഗമാണെങ്കിലും, ഒരുപക്ഷെ വർഷങ്ങളായി നിന്റെ ഒരു പ്രശ്നമുണ്ടെങ്കിലും, ഈ രാത്രി പറയണം, ആട്ടുവാതുക്കൽ കുളത്തിൽ ഒരു കരം നാഥന്റെ ഇറങ്ങിയപ്പോൾ കിടക്കയിൽ കിടന്നവൻ കട്ടിലെടുത്ത് നടന്നതുപോലെ ഈ കൺവെൻഷൻ ഈ ദിവസങ്ങൾ നടക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരു വിടുതൽ തരുവാൻ എൻ്റെ നാഥന്റെ കരം എൻ്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരും. എൻ്റെ മക്കളിൽ ഇറങ്ങി വരും. എൻ്റെ രോഗങ്ങളിൽ ഇറങ്ങി വരും. എൻ്റെ ആവശ്യഭാരങ്ങളിൽ ഇറങ്ങി വരും. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കോരനോട് ചേർന്ന്, എബനേസറേ, ഇതുവരെ എന്നെ കരുതി, അവൻ എന്നെ വിടുവിക്കുന്ന നല്ല ദൈവം. എല്ലാ കരങ്ങളും ഉയർത്തിയാട്ടെ. കോരനോട് ചേർന്ന്, എബിനെസറേ, എബിനെസറേ, എല്ലാ കരങ്ങളും ഉയരട്ടെ. എബിനെസറേ, എബിനെസറേ, ഇതുവരെ ഉദാവിനീരേ, ഇതുവരെ ഉദാവിനീരേ, മുഴുവല്ലത്തോട് ആരാധിക്കേ, മുഴുവല്ലത്തോട് അൻപ് കൂറുവേ, ആരാധനൈ 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 ആരാധനൈ. ഒരിക്കൽ കൂടി അപ്പച്ചന് ആരാധനൈ ആരാധനൈ. എല്ലാ കരങ്ങളും ആരാധനൈ ആരാധനൈ. യഹോവ റാഫ, ഈ രാത്രി യഹോവ റാഫ, യഹോവ റാഫ, സുഖം സുഖം തന്നീരേ, നന്ദി അയ്യാ. എല്ലാ കരങ്ങളും ഉയരട്ടെ. യഹോവ റാഫ, യഹോവ റാഫ, ഈ മക്കളുടെ മേൽ സൗഖ്യം. സുഖം തന്നീരേ, നന്ദി അയ്യാ. സുഖം തന്നീരേ, നന്ദി അയ്യാ. ഓമൈ മുഴുവല്ലത്തോട് ആരാധിക്കേ, മുഴുവല്ലത്തോട് അൻപ് കൂറുവേ. പഞ്ചാങ്കുഴി ചേർന്ന് പാടി. ആരാധനൈ ആരാധനൈ. അപ്പച്ചന് 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 ആരാധനൈ 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 ആരാധനൈ. എല്ലോയി എല്ലാ കരങ്ങളും എല്ലോയി സൗഖ്യമാക്കുന്ന കർത്താവ്. എന്നെ കണ്ടീരേ, ആര് തള്ളിയാലും, നന്ദി അയ്യാ. അപ്പച്ച അപ്പച്ചെ ആര് തള്ളിയാലും, എൽറോയി, എൽറോയി, എന്നെ കണ്ടീരേ, നന്ദി അയ്യാ, നന്ദി അയ്യാ. എന്നെ കണ്ടി. കുളക്കടവിൽ കിടന്നവനെ തൊട്ട കരം അയ്യാ, എന്നെ കണ്ടീരേ,
நன்றி ஐயா உம்மை முழு உள்ளத்தோடு ஆராதிப்பேன் முழு பலத்தோடு அன்பு கூறுவேன் ആരാധന അവസാന മിനിറ്റുകൾ എല്ലാ കരങ്ങളും ഉയരട്ടെ. അപ്പച്ചൻ ആരാധന ആണ്ടവരിൽ വല്ലമായി ஆராதனை 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 அன்பு கூறுவே எல்லா அன்பு கூறுவே ഇന്നും പഞ്ചാങ്കുഴിയിൽ ഈ വർഷം ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഓ അൻപു എല്ലാ ഹൃദയങ്ങളും സ്വർഗമുഖത്തെ എല്ലാ കരങ്ങളും ഉയരട്ടെ. அப்பா உங்களுக்கு சக்தியோடு ஆராதனை 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 அப்பச்சனு ஆராதனை